യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് സ്വപ്നം കാണാൻ അനുവദിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലെ തിരുവചനം നമുക്കെല്ലാവർക്കും പരിചിതമാണ്. അവസാന കാലങ്ങളിൽ എൻ്റെ ആത്മാവിനെ സകലരുടെ മേലും ഞാൻ അയക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളുണ്ടാകും, യുവാക്കൾക്ക് ദർശനങ്ങളുമുണ്ടാകും. 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവായ ദൈവം കടന്നു വരുമ്പോൾ സംഭവിക്കുന്നതായി പ്രവാചകരിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ഒന്നാമതായി, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. രണ്ടാമതായി, യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും. മൂന്നാമത്, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നാം ഈ സമയം ധ്യാനിക്കുന്നത് സ്വപ്നങ്ങൾ കാണുന്ന വൃദ്ധന്മാരെക്കുറിച്ചാണ്. സാധാരണയായി വൃദ്ധന്മാർ എന്ത് സ്വപ്നങ്ങൾ കാണാനാണ്? യുവാക്കൾക്കല്ലേ അധികമായ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. പഠനത്തെക്കുറിച്ച്, ഭാവി ജീവിതത്തെക്കുറിച്ച്, അവർ ആയിരിക്കേണ്ട ജോലിയെക്കുറിച്ച്, അവരുടെ ദൈവവിളിയെക്കുറിച്ച് എന്ന് തുടങ്ങി 100 കണക്കിന് സ്വപ്നങ്ങൾ ഉണ്ടാകേണ്ടത് യുവാക്കന്മാർക്കാണ്. എന്നാൽ ബൈബിൾ പറയുകയാണ്, പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് പ്രായത്തിൻ്റെ പ്രശ്നമല്ല, അത് സ്വപ്നത്തിൻ്റെ പ്രശ്നമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിക്ക് പോലും സ്വപ്നങ്ങളില്ലെങ്കിൽ അവൻ വൃദ്ധനായി എന്നാണ് അർത്ഥം. എന്നാൽ വൃദ്ധനായൊരു മനുഷ്യനും സ്വപ്നങ്ങളുണ്ടാകാം, അവൻ യുവാവിനെ പോലെ ഉള്ള ഒരു മനസ്സ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ. ഇതാ പരിശുദ്ധാത്മാവായ ദൈവം കടന്നു വരുമ്പോൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുന്നു. അവരെക്കുറിച്ച് പോലും ഭാവി ജീവിതത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒരു പിടി സ്വപ്നങ്ങൾ കാണുന്ന മനുഷ്യരായി രൂപാന്തരപ്പെടുന്നു. സാധാരണ നമ്മൾ പറയും, വൃദ്ധൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ പാഴ്ക്കിനാവുകളാണ്. കാരണം അവൻ ശവക്കുഴിയിലേക്ക് പോകുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവനാണ്. അവന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വൃദ്ധ മനസ്സിൽ കടന്നു വരുമ്പോൾ അവന് പോലും സ്വപ്നങ്ങൾ കാണുവാനുണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു അനുഗ്രഹീതമായ പുസ്തകമാണ് ദ 5th മൗണ്ടൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം എഴുതിയത് പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ഒരു ആംഗലേയ എഴുത്തുകാരനാണ്. ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തെ അധികരിച്ച് എഴുതപ്പെട്ട ഒരു പുസ്തകമാണിത്. ഈ നോവലിൽ ഏലിയ പ്രവാചകൻ കടന്നു പോകുന്ന ഏറെ വിപരീതമായ സംഭവങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. ജസബൽ രാജ്ഞിയുടെ ഭരണത്തെ ഭയന്നും ഭീഷണിയെ ഭയന്നുകൊണ്ടും സീദോനിലെ സെറാഫാത്ത് എന്ന് പറയുന്ന ദേശത്തേക്ക് പോവുകയാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ ഏതാനും വർഷങ്ങൾ അവിടെ ജീവിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ നോക്കുമ്പോൾ കാണുന്നത് അസീറിയൻ സൈന്യം വന്ന് ഈ സീദോനിലെ സെറാഫാത്ത് എന്ന് പറയുന്ന പട്ടണം മുഴുവൻ തകർത്ത് കളഞ്ഞു. തകർക്കുക മാത്രമല്ല, ഭീകരമായ കെട്ടിടങ്ങൾ തകർത്തു. ഒപ്പം പഠിക്കുന്ന, ചിന്തിക്കാൻ ശേഷിയുള്ള മുഴുവൻ യുവതി യുവാക്കളെയും കൗമാരക്കാരെയും കൊന്നൊടുക്കി. ശേഷിക്കുന്നത് ആ പട്ടണത്തിൽ ഏതാനും വൃദ്ധരായ മനുഷ്യരും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ത്രീകളും ഏതാനും കുഞ്ഞുങ്ങളും മാത്രമാണ്. എല്ലാവരും നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏലിയ പ്രവാചകൻ വീണ്ടും സെറാഫാത്ത് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് കുഞ്ഞുങ്ങൾ, ഒപ്പം അവരോട് ചേർന്നുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളും തകർന്ന് വീഴാനിരിക്കുന്ന കെട്ടിടങ്ങളെ വീണ്ടും പുതുക്കി പണിയാനായിട്ട് ശ്രമിക്കുന്നു. തകർന്ന് കിടക്കുന്ന കെട്ടിടങ്ങളോട് ചേർത്ത് വെച്ച് അത്തരത്തിൽ ശേഷിക്കുന്ന കല്ലുകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ചില സ്ത്രീകൾ ശ്രമിക്കുന്നു. പക്ഷെ വൃദ്ധരായ മനുഷ്യരാകട്ടെ തളർന്നൊടിഞ്ഞിരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള മട്ടിൽ അവരിയ്ക്കുകയാണ്. എല്ലാ വിധത്തിലും അവർ നിരാശപ്പെട്ട് കഴിയുന്നു. ഈ സമയം ഏലിയ പ്രവാചകൻ ഇതാ വൃദ്ധരുടെ അടുത്തേക്ക് ചെന്നു. വൃദ്ധരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്? കുഞ്ഞുങ്ങൾ അവർക്ക് എടുത്താൽ പൊങ്ങാത്ത കല്ലൊക്കെ എടുത്ത് അവർ കെട്ടിടം പണിയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പാവപ്പെട്ട സ്ത്രീകൾ
അവരും അധ്വാനിക്കുകയാണ്. എന്നാൽ വൃദ്ധരായ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു? എന്തുകൊണ്ട് മടി പിടിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നു? സഹോദരങ്ങളെ, എലിയാ പ്രവാചകനോട് വൃദ്ധരായ മനുഷ്യർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഇനി ചെയ്യാനില്ല. ഈ പട്ടണത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായി. പക്ഷേ മുഴുവൻ സ്വപ്നങ്ങളും തകർന്നുപോയി. ഈ ദേശം മുഴുവൻ തകർക്കപ്പെട്ടതോടൊപ്പം ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരവും സമൂഹവുമായിട്ടുള്ള സ്വപ്നങ്ങളാണ് തകർന്നു പോയത്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്വപ്നങ്ങൾ തീർന്നാൽ ഏറ്റവും ചെറിയ കുഞ്ഞു പോലും, യുവാവ് പോലും, കൗമാരക്കാരൻ പോലും വൃദ്ധനായി മാറ്റപ്പെടും. സ്വപ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. കുടുംബത്തെക്കുറിച്ച് സ്വപ്നം, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം, ആത്മീയമായ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നം, സഭയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള ഒരുപിടി സ്വപ്നങ്ങൾ. സ്വപ്നങ്ങളില്ലാത്തതായി ഇന്ന് ഈ വചനം കേൾക്കുന്നതിൽ ആരാണുള്ളത്? എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ നമുക്കില്ലേ? സ്വപ്നമില്ലെങ്കിൽ നമ്മൾ വാർദ്ധക്യത്തിലാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ ആത്മാവ് കടന്നു വരുമ്പോൾ പ്രധാനമായി ഉണ്ടാകുന്ന ഒന്ന്, പുതിയ പുതിയ സ്വപ്നങ്ങൾ നാമ്പെടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും നമ്മളുടെ സ്വപ്നങ്ങൾ തകർന്നു പോകാൻ 2 കാരണങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാരണം, കഴിഞ്ഞ കാല ജീവിതത്തിലെ പരാജയങ്ങൾ, അതുമൂലം ഉണ്ടായിരിക്കുന്ന ഭയങ്ങൾ നമ്മുടെ സ്വപ്നത്തെ തകർത്ത് കളയും. കഴിഞ്ഞകാല ജീവിതത്തിൽ ഒട്ടേറെ പരാജയപ്പെട്ടതുകൊണ്ട് ഇനി പുതുതായി സ്വപ്നങ്ങൾ കാണുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതാ, ചിലരുടെ ജീവിതത്തിൽ പല പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റുപോയ വ്യക്തിയോട് ഉപദേശത്തിന് വേണ്ടി ചെന്നപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഉപദേശിച്ചു, മോനെ, തോൽവി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. അവൻ ആ ചവിട്ടുപടി പലത് കയറി, പക്ഷേ വീണ്ടും തോക്കുകയാണ്. പലത് തോറ്റു കഴിഞ്ഞ് എല്ലാ വിധത്തിലും അവൻ തളർന്നിരിക്കുകയാണ്. പിന്നെയോ അവന് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ പറ്റുന്നില്ല, അവന് നാളെയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണില്ല. അവൻ്റെ കുഞ്ഞു കഴിവുകൾ മാത്രം ഉപയോഗിച്ച് വളരെ സാധാരണമായ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു പോകുന്നു. അസാധാരണമായ അവനിലെ ശേഷിയെ ഉത്തേജിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ നിർജീവനായ ഒരു മനുഷ്യനായിട്ട് തീരുന്നു. ദൈവത്തിൻ്റെ വചനം പറയും, പരിശുദ്ധാത്മാവ് കടന്നു വന്ന് കഴിയുമ്പോൾ ഈ വൃദ്ധ മനസ്സുള്ള വ്യക്തിക്ക് പോലും സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്ന്. ഞാൻ ഓർക്കുന്നു, ആരോ പറഞ്ഞത്, ഒരു ശവകുടീരത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ഔസേപ്പ് ചേട്ടൻ 50-ാമത്തെ വയസ്സിൽ മരിച്ചു, 70-ാമത്തെ വയസ്സിൽ അടക്കം ചെയ്തു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആകപ്പാടെ ഒരു സർപ്രൈസ് തോന്നും. 50-ാമത്തെ വയസ്സിൽ ഔസേപ്പ് ചേട്ടൻ മരിച്ചു, 70-ാമത്തെ വയസ്സിൽ അടക്കം ചെയ്തുവെന്നാണ് ശവക്കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നത്. കാര്യം ഇത്രമേ ഉള്ളൂ, 50-ാമത്തെ വയസ്സിൽ ഔസേപ്പ് ചേട്ടൻ്റെ സ്വപ്നങ്ങളൊക്കെ അവസാനിച്ചു. പിന്നെ അവസാന ശ്വാസം ദൈവത്തിൻ്റെ കൈകളിൽ അർപ്പിച്ചത് 70-ാമത്തെ വയസ്സിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അഥവാ മരിച്ചുപോയത് 70-ാമത്തെ വയസ്സിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ മരണം സ്വപ്നങ്ങൾ തീർന്നതോടെ തീർന്നു. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ കാല ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും സംഭവിച്ചിരിക്കുന്ന വിപരീതമായ സ്വപ്നങ്ങൾ പുതിയ സ്വപ്നങ്ങൾ കാണുന്നതിനുള്ള തടസ്സമായിട്ട് വന്നേക്കാം. ഏറ്റവും നല്ല ഉദാഹരണം, സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. 38 വർഷമായി ബെത്സൈദ എന്ന് പറയുന്ന കുളത്തിൻ്റെ കരയിൽ തളർവാദം പിടിച്ച് കിടക്കുന്നൊരു മനുഷ്യൻ. അവൻ്റെ അടുത്തേക്ക് കടന്നു ചെന്ന ദൈവപുത്രനാണ്, ഈശോ ആണ്. ഈശോ ചെന്നിട്ട് ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? നമ്മൾ ഓർക്കണം, 38 വർഷമെന്ന് പറഞ്ഞാൽ യേശു ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ അവൻ അവിടെ കിടന്നതാണ്. അവൻ്റെ മനസ്സിൽ ഒരുപാട് നിരാശയുണ്ട്. അപ്പോൾ ദൈവപുത്രനായ ഈശോ ചെന്നിട്ട് ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ എന്താണ് മറുപടി പറയേണ്ടത്? ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമേ ഉള്ളൂ. എന്നാൽ അവൻ പറയുന്നത് പരാതിയാണ്. അവൻ പറയുകയാണ്, കർത്താവേ, എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. ഞാനിനി അഥവാ എഴഞ്ഞെഴഞ്ഞ് എങ്ങനെയെങ്കിലും ആ സൗഖ്യത്തിൻ്റെ തടാകത്തിലേക്ക് ഇറങ്ങാമെന്ന് കരുതിയാലോ എനിക്ക് മുമ്പേ ആരെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞിരിക്കും, അവർ സൗഖ്യം കൊണ്ടുപോയിരിക്കും. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടവനായിട്ട് മാറുന്നു. സത്യത്തിൽ ഉയർന്ന് ചിന്തിക്കാനോ സൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഉള്ള ഒരു മാനസികമായ സ്ഥിതി പോലും ഈ തളർവാദം പിടിച്ച മനുഷ്യനില്ലാതെ പോകുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അവൻ്റെ അടുത്തേക്ക് വീണ്ടും ഈശോ കടന്നു ചെന്ന്
അവൻ്റെ കണ്ണുകൾ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, സത്യത്തിൽ സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ വീണ്ടും ഈ പരാതി ആവർത്തിച്ച് പറയുന്നു. ഈശോയ്ക്ക് മനസ്സിലായി, അവൻ പാസ്റ്റിൻ്റെ ഹാങ് ഓവറിൽ കഴിയുകയാണ്. തോറ്റു പോയിരിക്കുന്നവനാണവൻ. രോഗം അവൻ്റെ ശരീരത്തെ തളർത്തി. മറ്റുള്ളവർ ആദ്യം ഇറങ്ങി സൗഖ്യപ്പെടുന്നത് കൊണ്ട് അവൻ്റെ മനസ്സും തളർന്നു, ആത്മീയമായിട്ടും അവൻ തളർന്നു. ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും അവന് പറ്റണില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞതാണ്, അതുകൊണ്ട് അവനോട് പറഞ്ഞു, നീ കിടക്കയെടുത്ത് നടക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുക. കിടക്കയെടുത്ത് നടക്കുന്നതിനെക്കുറിച്ച് നീ സ്വപ്നം കാണുക. അവൻ കിടക്കയെടുത്ത് നടക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ട മാത്രയിൽ തന്നെ ദൈവമായ കർത്താവ് അവൻ ഇടപെടുന്നു. അവൻ കിടക്കയെടുത്ത് മനോഹരമായി അവൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ആവർത്തിച്ചുണ്ടായിരിക്കുന്ന പരാജയങ്ങൾ നാളെയുടെ സ്വപ്നത്തിന് വിഘാതമായി നിൽക്കരുത്. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും പുതിയ സ്വപ്നങ്ങൾ തരും. രണ്ടാമതായി, പുതിയ സ്വപ്നത്തിനുള്ള തടസ്സമായി വരുന്നത് മനുഷ്യർ പറയുന്ന പാഴ്വചനങ്ങളാണ്. ഉദാഹരണത്തിന്, ഒരാൾ പറയുകയാണ്, നീ എന്തൊക്കെ ചിന്തിച്ചാലും ഇത്രയൊക്കെ നടക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു സന്യാസ സഭയിൽ ഒരു പ്രൊവിൻഷ്യാലിൻ്റെ അമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രൊവിൻഷ്യൽ അമ്മ വലിയ ഊർജ്ജസ്വലയായിട്ട് കാര്യങ്ങൾ നടത്തുകയാണ്. പ്രത്യേകിച്ചും ചെറുപ്രായത്തിൽ തന്നെ പ്രൊവിൻഷ്യാലമ്മയായിട്ട് മാറിയതുകൊണ്ട് സിസ്റ്റർ വളരെ കാര്യമായി കോൺവെൻറ്റുകൾ സന്ദർശിക്കുന്നു. അവിടെയുള്ള രാഷ്ട്രീയക്കാരെ കാണുന്നു, അവിടെയുള്ള ആത്മീയ ഗുരുക്കന്മാരെ കാണുന്നു, ആത്മീയമായ കുഞ്ഞു കുഞ്ഞു സെല്ല് ഗ്രൂപ്പുകൾ രൂപപ്പെടുത്തുന്നു, പുതിയ ഒരു പ്രാർത്ഥനാ സംസ്കാരം രൂപപ്പെടുത്തുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് പ്രൊവിൻഷ്യാലമ്മ ആയിട്ടുള്ളവരും സീനിയേഴ്സ് ആയിട്ടുള്ള സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു, ഇതെന്ത് കൂത്താണ്, ഇത് എന്തൊക്കെ കാണിച്ചാലും ഈ കോൺഗ്രിഗേഷൻ ഇങ്ങനെയൊക്കെ പോവുകയുള്ളൂ, ഈ സഭ ഇങ്ങനെയൊക്കെ പോവുകയുള്ളൂ. ഞങ്ങൾ 3 പ്രാവശ്യം ഈ ചെയറിൽ ഇരുന്നിരിക്കുന്നതാണ്. അന്നൊക്കെ ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ നമ്മുടെ സമൂഹമായിരിക്കുന്നുള്ളൂ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കണം, മനുഷ്യർ പറയുന്ന പാഴ്വചനങ്ങൾ സ്വപ്നം കാണുന്നതിൻ്റെ കൂമ്പ് അടച്ചു കളയും. അതുകൊണ്ട് മനുഷ്യർ പറയുന്ന പാഴ്വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റുവാങ്ങരുത്. അത് എന്നെയും നിങ്ങളെയും തകർത്ത് കളയും. ദൈവം പറയുന്ന വാക്കുകൾ ഓർക്കണം. ഇതാ, യേശുവിനെക്കുറിച്ച് സ്വർഗം ഒരുപാട് ഉന്നതമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴും മനുഷ്യർ പാഴ്വചനങ്ങളാണ് പറഞ്ഞത്. ഇവൻ പാപിയുടെയും ചുങ്കക്കാരൻ്റെയും കൂട്ടുകാരനാണ്, ഇവൻ വേശ്യകളുടെ ഭവനത്തിൽ കയറുന്നുണ്ട്, ഇവൻ ചുങ്കക്കാരുടെ ഭവനത്തിൽ അവർക്കൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നുണ്ട്, ഇവൻ ഭ്രാന്തനാണ്, ഇവനെല്ലാം ചെയ്യുന്നത് ബെൽസബൂറിനെ കൊണ്ടാണ്. ഇതൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ മേലുള്ള സ്വർഗത്തിലെ പിതാവിൻ്റെ സ്വപ്നങ്ങളെ മുഴുവൻ തകർത്ത് കളയുകയാണ്. മനുഷ്യർ പറയുന്ന പാഴ്വചനങ്ങളാണ് എപ്പോഴും കേൾക്കുന്നത്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്നാൽ യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗത്തിലെ പിതാവ് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ യേശുവിനെക്കുറിച്ചുള്ള സ്വപ്നം പറഞ്ഞു, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് എനിക്ക് നൽകുന്ന സ്വപ്നത്തെ ഞാൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. ആ സ്വപ്നം ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറായാൽ എനിക്ക് ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യർ പറയുന്ന പാഴ്വചനങ്ങളെ നമ്മൾ മാറ്റിവെക്കണം. ഒന്നാമതായി, നമ്മൾ തന്നെ പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, ഞാനും നിങ്ങളും ആവർത്തിച്ചുണ്ടായിരിക്കുന്ന നമ്മുടെ പരാജയങ്ങൾ മാറ്റിവെക്കണം. അതിൻ്റെ തടവറയിൽ നമ്മൾ മോചിതമാകണം. രണ്ടാമതായി, മനുഷ്യർ പറയുന്ന പാഴ്വചനങ്ങൾ നമ്മൾ മാറ്റിക്കളയണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നല്ല ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം സമ്പാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശമ്പളത്തെ ആശ്രയിച്ചാണ് ആ കുടുംബം മുഴുവൻ മുന്നോട്ട് പോകുന്നത്. സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഇദ്ദേഹത്തിന് ജോലി നഷ്ടമായി. കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും അതിൻ്റെ ഡയറക്ടേഴ്സും പറഞ്ഞത് ഇങ്ങനെയാണ്, ഇയാൾ ട്രേഡ് യൂണിയനുമായി ഇടപെട്ട് മാനേജ്മെൻറ്റിന് എതിരെ പ്രവർത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ഇയാൾ ആകെ നാണക്കേടായതിൻ്റെ, മുഴുവൻ പ്രത്യാശയും നഷ്ടപ്പെട്ടതിൻ്റെ അർത്ഥത്തിൽ ഏറെ വേദനിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. അയാൾ ഏറെ ദുഃഖിക്കാനായിട്ട് തുടങ്ങി. ഇനി എങ്ങനെ കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കും, എങ്ങനെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ശുശ്രൂഷിച്ച് മുന്നോട്ട് പോകും, അവരുടെ കുഞ്ഞുങ്ങളുടെ പഠനം എങ്ങനെ, പഠനത്തിൻ്റെ ചെലവുകൾ എങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇങ്ങനെ ഒരുപാട് വിഷമിച്ച്
നിരാശപ്പെട്ട് ഇയാൾ ചെയറിൽ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഭാര്യ വന്നുകൊണ്ട് പറഞ്ഞു, അല്ല, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ജോലി പോയി എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തെറ്റുകൊണ്ടൊന്നും അല്ലല്ലോ സംഭവിച്ചത്. ചില തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിധത്തിലും വിഷമിക്കേണ്ട. ഇപ്പോൾ നമുക്ക് കുറച്ച് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ പഠനമൊക്കെ ഭംഗിയായിട്ട് നടത്താം. അത് കഴിഞ്ഞ് നമുക്കൊരു ബെറ്ററായ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. ഇയാൾ പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ല. കാരണം ഇയാളുടെ മനസ്സിൽ പരാജയത്തിൻ്റെ ഭയമാണ്, പരാജയം സംഭവിച്ചതിൻ്റെ നാണക്കേടാണ്. പുതിയ സ്വപ്നങ്ങൾ ഇയാളുടെ മനസ്സിൽ ഒന്നും വിരിയുന്നില്ല. ഇങ്ങനെ ഇരിക്കെ പല ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ ഭാര്യ വന്നുകൊണ്ട് പറഞ്ഞു, ഇയാൾ ഇങ്ങനെ തന്നെ ഇരുന്നാൽ എങ്ങനെ ശരിയാകുന്നത്? ഈ ചായ കുടിക്കി, ഈ ചായയൊക്കെ കുടിച്ച് കുറച്ചുകൂടി ഉത്സാഹത്തോടെ കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷായി കുറച്ചും കൂടി ഇരിക്കുന്ന മനോഹരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു പുതിയ ജീവനും പുതിയ ശക്തിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞു, എനിക്ക് ഒന്നും ഇനി ചിന്തിക്കാനില്ല, ഒന്നും എനിക്കിനി ആലോചിക്കാനില്ല. എൻ്റെ സകലതും നഷ്ടമായി. ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ നോക്കും, മനുഷ്യരെ ഞാൻ എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അന്നത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ ഭാര്യ ഒരു കെട്ട് പേപ്പറും ഏതാനും പേനയും കൊണ്ടുപോയി അദ്ദേഹം ഇരിക്കുന്ന ചെയറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല ചേട്ടൻ പണ്ട് കാലത്തൊക്കെ ഒരുപാട് എഴുത്തുകളൊക്കെ എഴുതുമായിരുന്നല്ലോ, കൃതികളൊക്കെ എഴുതുമായിരുന്നല്ലോ. പണ്ട് കാലത്ത് ഒരുപാട് കവിതകളൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യുമായിരുന്നല്ലോ. എന്തുകൊണ്ട് കുറച്ച് വല്ലതൊക്കെ എഴുതിക്കൂടാ? സഹോദരങ്ങൾ, ഇത് പറയുന്ന നേരത്ത് നമ്മൾ ഓർക്കണം, അയാൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാകും. കാരണം അല്ലെങ്കിൽ തന്നെ ജോലി പോയതിൻ്റെ വിഷമത്തിലിരിക്കുന്ന നേരത്താണ് കവിത എഴുതാൻ പറയുന്നത്. പറ്റിയ സമയമല്ലേ? എല്ലാ വിധത്തിലും അയാൾ വിഷമിച്ചിട്ടുണ്ടാകും. എന്തായിരുന്നാൽ ഇത് പറഞ്ഞ് പേപ്പറും അവിടെ വെച്ച് പേനയും വെച്ച് അയാളുടെ നെറുകയിലൊരു ചുംബനവും കൊടുത്ത് ഭാര്യ മുറിയിലേക്ക് പോയി. അന്നും രാത്രിയിൽ അയാൾ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണ്. ഏതാനും സമയം ഉറക്കം കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ ഈ പേപ്പറിൽ എഴുതാം. അയാൾ പേപ്പറിൽ ഒന്ന് പുറകെ മറ്റൊന്നായി പേജുകൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. തൻ്റെ ദുഃഖങ്ങളൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ലാത്ത വിധത്തിലുള്ളൊരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കഥയുടെ ബീജം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ടു. ഇതാ അയാളുടെ എഴുത്ത് ഒരു കഥയിലേക്ക് മാറ്റുകയാണ്. അതൊരു നോവലായിട്ട് രൂപാന്തരപ്പെടുകയാണ്. സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സാഹിത്യത്തിലെ ഒരു അനുഗ്രഹീതമായ ഏറ്റവും അധികം വായിക്കപ്പെട്ട ദ സ്കാർലറ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നുള്ള ഒരു നോവലായിട്ട് രൂപാന്തരപ്പെട്ടു. അന്ന് ആ നിരാശ പിടിച്ച് രാത്രിയിൽ എഴുതിയ ആ മനുഷ്യൻ ജോനാഥൻ ഹോത്രോൺ എന്ന് പറയുന്നുള്ള അമേരിക്കൻ നോവലിസ്റ്റാണ്. അദ്ദേഹം ആ പുസ്തകം വിറ്റഴിഞ്ഞ് അദ്ദേഹത്തിനുണ്ടായ മുഴുവൻ ചെലവുകളും നഷ്ടങ്ങളും അദ്ദേഹം നികത്തുന്നു. മക്കളുടെ പഠനം ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. തുടർന്നുണ്ടായ സമ്പാദ്യം ഉപയോഗിച്ച് ഒട്ടേറെ പാവപ്പെട്ട മനുഷ്യരെ അദ്ദേഹം സഹായിക്കാൻ തുടങ്ങുന്നു. ഇതാ പരാജയപ്പെട്ട ഭവനം, തൊഴിൽ നഷ്ടപ്പെട്ട ഭവനം. ഒരു പക്ഷേ ആ ഭാര്യ കൂടി വന്ന് പറയുകയാണെന്ന് കരുതുക, ഇയാളുടെ ഉത്തരവാദിത്വം നേരെ ചൊവ്വന് നിർവഹിക്കാത്തതുകൊണ്ടല്ലേ ജോലി പോയത്, ഇയാളിങ്ങനെ പോയി കഴിഞ്ഞ് നമ്മുടെ കുടുംബം നശിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഭാര്യ വളരെ നെഗറ്റീവായിട്ടാണ് അന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നെങ്കിലോ ജോനാഥൻ എന്ന് പറയുന്നുള്ള ഒരു അനുഗ്രഹീതനായ ക്രിസ്ത്യൻ നോവലിസ്റ്റ് ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ മാത്രവുമല്ല, ഒരു പക്ഷേ ആ രാത്രികളിൽ എന്തെങ്കിലും അവരുടെ ജീവിതം പോലും നശിപ്പിച്ച് കളഞ്ഞേനെ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ വൃദ്ധന്മാർ പോലും സ്വപ്നങ്ങൾ കാണും. ഇന്ന് പരാജയപ്പെട്ടതുമൂലം വൃദ്ധനായി പോയ മനുഷ്യനാണോ നീ? മറ്റുള്ളവർ പറയുന്ന പാഴ് വചനങ്ങൾ കേട്ടുകൊണ്ട് വൃദ്ധനായി പോയ മനുഷ്യനാണോ നീ? നമ്മളിൽ തന്നെ ചുരുങ്ങിക്കൊണ്ട് ഒരിക്കലും ഉയർന്നു പ്രശോഭിക്കാൻ കഴിയാത്ത വിധത്തിൽ വൃദ്ധനായ ഒരു മനസ്സുള്ള വ്യക്തിയാണോ നീ? ഓർക്കുക, പരിശുദ്ധാത്മാവ് വരുമ്പോൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. വൃദ്ധന്മാരെപ്പോലും സ്വപ്നങ്ങൾ കാണിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് വാസമുറപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന
സൗഖ്യദായകനായീശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ അണയും നിതാ. തിരുമുറിവിൽ നിന്നൊഴുകും ചുടുചോരയിൽ പാപദംശനമേറ്റോരെ സുഖമാക്കുവാൻ. തിരുമുറിവിൽ നിന്നൊഴുകും ചുടുചോരയിൽ പാപദംശനമേറ്റോരെ സുഖമാക്കുവാൻ. സുരലോകം വിട്ടിറങ്ങിയ ദൈവസൂനു തിരുവോസ്തിരൂപനായി എഴുന്നള്ളുന്നു. സുരലോകം വിട്ടിറങ്ങിയ ദൈവസൂനു തിരുവോസ്തിരൂപനായി എഴുന്നള്ളുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വർഗം വിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുവിൻ്റെ വിശുദ്ധമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുക എന്നുള്ള ചിന്തയിൽ നമ്മുടെ മനസ്സുറക്കട്ടെ. ഇതാ യേശു നമുക്ക് ഏറ്റവും സമീപസ്ഥനായി നമ്മുടെ അടുത്തിരിക്കുന്നു. നമ്മുടെ സമീപത്തേക്ക് അവൻ കടന്നു വരുന്നു. നമ്മളെ ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്താൻ, നമ്മെ വിശുദ്ധീകരിക്കാൻ, നമ്മെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഭവനാങ്കണത്തിൽ കടന്നു വരുന്ന കർത്താവിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. അവൻ തൻ്റെ വാഗ്ദാനം എല്ലാ കാലത്തും നിറവേറ്റുക തന്നെ ചെയ്യും. മനുഷ്യർ അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റണമെന്നില്ല. മനുഷ്യർ പറയുന്ന വാക്കുകൾ മാറ്റിയേക്കാം, എങ്കിലും അവൻ അവൻ്റെ വാഗ്ദാനം നിറവേറ്റുന്നു. യേശു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം നമുക്ക് ഓർക്കാം. എൻ്റെ ആത്മാവിനെ ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ആത്മാവ് നിങ്ങളെ ധീരതയുള്ള വ്യക്തികളാക്കി മാറ്റും. സങ്കടങ്ങൾ സന്തോഷമായി പകർത്താൻ ഈ ആത്മാവ് വഴി കഴിയും. ദുഃഖങ്ങൾ ആനന്ദമായി മാറ്റാൻ ഈ ആത്മാവ് വഴി നിങ്ങൾക്ക് സാധിക്കും. പരിഭവങ്ങൾ പ്രാർത്ഥനകളാക്കി മാറ്റാൻ ഈ ആത്മാവ് വഴി നിങ്ങൾക്ക് കഴിയും. സമാധാനമില്ലാത്ത ഇടങ്ങളിൽ സമാധാനം കൊണ്ടുവരുവാൻ ഈ ആത്മാവ് വഴിയായി സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, വ്യക്തിപരവും കുടുംബത്തിലുമൊക്കെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് കിടക്കുന്ന വ്യക്തികൾ ഞങ്ങളിലുണ്ട്. ഒട്ടേറെ പരാജയപ്പെട്ടു പോയതുകൊണ്ട്, ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട്, വിപരീതമായ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായതുകൊണ്ട് യേശുവേ എന്ന് വിളിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഞങ്ങളുടെ മനസ്സ് മന്ദീഭവിച്ചു പോയിട്ടുണ്ട്. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ശിഷ്യഗണത്തെ ബലപ്പെടുത്തിയ അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, മനുഷ്യനിർമ്മിതമായ ഗോതമ്പപ്പത്തെ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ജീവൻ നൽകാൻ, ഒരു പുതിയ ബലം നൽകുവാൻ, പുതിയ സ്വപ്നങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ രൂപം കൊള്ളുവാൻ ഈ മണിക്കൂറിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, എന്നിൽ നിറയണമേ. പാവനാരൂപിയേ, എന്നിൽ പടരണമേ. പാവനാത്മാവേ, എന്നിൽ നിറയണമേ. പാവനാരൂപിയേ, എന്നിൽ പടരണമേ. ആത്മാവിനെ അയക്കേണമേ, എൻ അകതാരിത ഒരുങ്ങി. ആത്മാവിനെ അയക്കേണമേ, എൻ അകതാരിത ഒരുങ്ങി. വൻ കൃപകൾ ചൊരിയേണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. വൻ കൃപകൾ ചൊരിയേണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി ഈശോയോട് ഒരുപാട് കാലങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും യാചിച്ചിട്ടും ലഭിക്കാത്ത കാര്യങ്ങൾ, അവയെ ഓർത്ത് നമ്മളുടെ ഉള്ളിലുള്ള വേദനയും വ്യാകുലതകളും നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ കൊടുക്കാം. നമ്മുടെ മനസ്സിലേക്ക് അബ്രാഹത്തിൻ്റെയും സാറയുടെയും ജീവിതത്തിലെ സംഭവം കടന്നു വരട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യേശു ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ പിതാവ് അവർക്കൊരു വാഗ്ദാനം കൊടുത്തു. വാഗ്ദാനം ഇതായിരുന്നു: അബ്രാഹം, സാറ, നിങ്ങൾക്കൊരു കുഞ്ഞു തരും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹീതമായിട്ട് മാറും. ആ തലമുറകളിലൂടെ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ കഴിയും. എന്നാൽ 100 വയസ്സ് അബ്രാഹത്തിന് ചെന്നിട്ടും സാറ 90 കഴിഞ്ഞിട്ടും ആ വാഗ്ദാനം പൂർത്തിയാകുന്നില്ല. അവരുടെ സ്വർഗത്തിൻ്റെ മുഴുവൻ, അവരുടെ വിശ്വാസത്തിൻ്റെ മുഴുവൻ കൂമ്പടയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു, അവരെ ബലപ്പെടുത്തി, അവരെ ശക്തിയുള്ളവരാക്കി മാറ്റി. ആ വാഗ്ദാനം കാലത്തിൻ്റെ പൂർത്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറവേറ്റി. ഓ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ഏതെങ്കിലും വ്യക്തിയുടെ സ്വപ്നത്തിൻ്റെ കൂമ്പടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പ്രതീക്ഷകളെല്ലാം അറ്റുപോയിട്ടുണ്ടെങ്കിൽ, പുതിയ പ്രതീക്ഷകൾ കൊടുക്കാൻ, പുതിയ സ്വപ്നങ്ങൾ കൊടുക്കാൻ നിന്റെ സാന്നിധ്യം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, വൃദ്ധന്മാർക്ക് പോലും സ്വപ്നങ്ങൾ കൊടുക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, കർത്താവേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ആ